അയ്യോ ജയരാമേട്ടനാണല്ലോ. അവനെന്തിനാ വിളിക്കുന്നത്? എടുക്ക്. എന്താണോ എന്തോ ഈശ്വരാ. അവനാരെങ്കിലും കൈവച്ചിട്ടുണ്ടാവും. പോലീസ് കേസ് ആയി കാണും. ഉണ്ടായിസോല്ലേ പണി. ഹലോ ജയരാമേട്ടാ, എന്താ ഇങ്ങോട്ട് വരുന്നാ? അയ്യോ എന്താ പറ്റി? പഴുത്തോട്ടിന് ഇവിടെ ഉണ്ട്. ജയരാമേട്ടൻ പോന്നോളൂ. ശരി. ജയരാമേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് താഴെ ജംഗ്ഷനിന്നാ വിളിച്ചത്. അവനെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? പറയാനുണ്ടാ, തമ്മിത്തല്ല് കേസായിരിക്കുള്ളു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പോലീസിനെ പേടിച്ച് ഒളിച്ചു താമസിക്കാനെങ്ങാനും ഇങ്ങോട്ട് വന്നെയാണെങ്കിലെന്താ, കണ്ട ഗുണ്ടകൾക്ക് കയറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട്. അങ്ങനെയൊന്നും അല്ല പവിത്രേട്ടാ. എന്തോ ആരുമായിട്ട് തല്ലുണ്ടാക്കിയിട്ട് തലയ്ക്ക് എന്തോ മുറിവുണ്ടായി, 4 സ്റ്റിച്ച് ഉണ്ടെന്ന്. അപ്പൊ അതിന് ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ചോദിക്കാൻ വേണ്ടിട്ട് വരുന്നതാ. എന്റെ 10 പൈസ ഇല്ല. അവനോട് അല്ലും പറഞ്ഞ വല്ലവരുമായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. മനഃപൂർവ്വം അല്ലല്ലോ പവിത്രേട്ടാ. മനഃപൂർവ്വം അല്ല തല്ലുണ്ടാക്കാൻ പോണത്. പവിത്ര 10 പൈസ കൊടുക്കരുത്. നീ ഇപ്പൊ പൈസ കൊടുത്താ ഇനി അവൻ തല്ലുണ്ടാക്കും, പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ എന്റെ 10 പൈസ ഇല്ലല്ലോ. നിന്റെ പൈസ ഇല്ലേ? അതിനകത്ത് എടുത്താൽ കൊടുത്താൽ മതി. അതിന് എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ടൊന്നുമില്ല, അക്കൗണ്ടിലല്ലേ. നീ ഏതു നേരം ഇങ്ങനെ മൊബൈലിൽ കുത്തി പൈസ അയക്കൂല്ലോ, അതുപോലെ അങ്ങ് അയച്ചാൽ മതി. അതിന് ജയരാമേട്ടന് അക്കൗണ്ട് വേണ്ടേ? വലിയ ഗുണ്ടയാ, സ്വന്തമായിട്ടൊരു അക്കൗണ്ട് പോലും ഇല്ല. അയ്യോ എന്ത് പറ്റിയേട്ടാ ഇത്? ഒരുത്തൻ ലോൺ എടുത്ത് ബൈക്ക് എടുത്തിട്ട് മുങ്ങി കിടക്കായിരുന്നു. അവനെ പൊക്കാൻ പോയതാ. എന്നിട്ട് പൊങ്ങിയില്ലേ? എന്റെ അളിയ അവർ 4-5 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും. പിന്നെ പിടിച്ചുള്ള ഒന്നുള്ള ഒരുത്തം വെച്ച് താങ്ങി തന്നതാ. അല്ല, സുമിത്ര പറഞ്ഞായിരുന്നു നീ പൈസ മേടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്കിത്ത എന്റെ തരാൻ വേണ്ടി 10 പൈസ ഇല്ല. അങ്ങനെ പറഞ്ഞ അങ്ങനെ എനിക്ക് മരുന്നൊക്കെ വാങ്ങിക്കട്ടെ. മരുന്ന് മേടിക്കാൻ കാശില്ലെങ്കിൽ തല്ലുകൊള്ളാൻ പോകാതിരിക്കണം. അതിന് അമ്മച്ചിയോട് ആരും കാശൊന്നും ചോദിച്ചില്ലല്ലോ. അമ്മച്ചി അഭിപ്രായം ഒന്നും പറയണ്ട. എന്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പറയുവാടി, നീ പോടി അവിടെ നിന്ന്. പവിത്ര, നീ കാശ് കൊടുക്കരുത്. കാശ് കൊടുത്താലേ വെള്ളത്തി വരച്ച വര പോലെ ആയിപ്പോ. പറഞ്ഞില്ലെന്ന് വേണ്ട. ഓ, ഈ തള്ളെ കൊണ്ട് ഞാൻ തോറ്റു. അങ്ങനെ തോറ്റ ഞാൻ അമ്മയോട്. എന്താ അളിയ പ്രശ്നം? എന്റെ അളിയ ഒന്നും പറയണ്ട. ഇന്ന് രാവിലെ ഈ പറമ്പിലാണ്ട് ഒരു കള്ളം കയറി. അമ്മ ഒരു കല്ലെടുത്തെറിഞ്ഞു. പക്ഷെ ഉന്നമില്ലാത്തതുകൊണ്ട് ആ പുള്ളിക്കോട് കൊണ്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം തൊട്ട് തുടങ്ങി രണ്ടും കൂടെ ഉന്നത്തിന്റെ കാര്യം പറഞ്ഞു ഇവിടെ കിടന്നുണ്ട് ബഹളം. ആര് പറഞ്ഞ അളിയ എന്റെ അമ്മയ്ക്ക് ഉന്നില്ലെന്ന്? മുടിഞ്ഞ ഉന്ന. ഒരു കരിങ്കല്ലെടുത്ത് ഉന്നം പിടിച്ചിട്ട് എറിഞ്ഞിട്ടാണ്ടോ 4 സ്റ്റിച്ചാ. ഞാൻ രാവിലെ ഇവളെ കണ്ട് കുറച്ച് പൈസ മേടിക്കാൻ വന്നതാ. അപ്പൊ നോക്കി ബാക്കിൽ ഈ തള്ള നിൽക്കുന്നത്. ഇവര് കാണാതിരിക്കാൻ വേണ്ടി അവിടെ കിടന്ന് പുറപ്പെടുത്തിയാൽ മൂടി. എന്റെ കഷ്ടകാലത്തിന് അവർ കണ്ട്. പിന്നെ ഞാൻ പറയണ്ടല്ലോ ബാക്കി കാര്യങ്ങള്. പൈസ അളിയ മരുന്നോടി. വേദന ഉണ്ടേട്ടാ? പിന്നെ കരിങ്കല്ലെടുത്ത് തലക്കെറിഞ്ഞ വേദന വരില്ലേ? മോളെ ഞാൻ ഒരു കാര്യം പറയാം. ഒരു കാരണവശാലും ആ തള്ളയുടെ തുടക്കാൻ നിൽക്കരുത്. അവരെന്തെങ്കിലും എടുത്ത് ചെറിഞ്ഞതാ എന്റെ മോള് താങ്ങൂല. അളിയ മരുന്നോടിക്കാൻ പൈസ അളിയാ.